ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നല്ലൊരു ഹൊറർ ഗെയിമാണ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഗെയിമാണ്. ഇത് എന്തായാലും എല്ലാവരും ഫുൾ വീഡിയോ കണ്ടു നോക്കുക. ഉറപ്പായിട്ട് ഞാൻ പറയാം, ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കിട്ടിയില്ല ഗെയിം ഞാൻ ഹൊറർ ഗെയിംസ് അങ്ങനെ കളിച്ചിട്ടില്ല, പക്ഷെ കളിച്ചതിലൊരു പക്ക ഗെയിം എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. സത്യം പറയാലോ, ഇത് നമ്മൾ ഒരു മോർച്ചറിയിൽ ഒരു പ്രേതമൊക്കെ ഉണ്ട്, അതിനെ നമ്മൾ പേരൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ നമ്മൾ ആ ബോഡി കത്തിച്ച് കളയാം. അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ. അടിപൊളി ഗെയിമാണ്. എന്തായാലും ഫുൾ വീഡിയോ കാണാം ഗൈസ്. എന്തായാലും അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇത് 1998 നമ്മുടെ ഈ ഒരു ഗെയിം തുടങ്ങുന്നത് ഗൈസ്. നമുക്കതായത് ഇതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ആ സൈഡ് ഇവളാണ്. ഇവർക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട് മോർച്ചറിയിൽ. അപ്പം അന്നത്തെ അവരുടെ അമ്മൂമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ അമ്മ ആരാണ്ടാണ്. എന്തായാലും അവൾ പറയുന്നത് മോളെ ശരിയല്ല, നീ അവിടെ പോകണ്ട. അതായത് അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, അവിടെ പോകണ്ട. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മുഴുവൻ പ്രശ്നങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവളതൊന്നും കാര്യമാക്കുന്നില്ല. ഇവൾ ആ ഒരു ജോലി ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ്. അത് അവളുടെ അഹങ്കാരം. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് നോക്കാം. ഇങ്ങനെയാണ് റിവർ സൈഡ് എന്നങ്ങാണ്ടാണ് ആ ഒരു സ്ഥലത്തിന്, റിവർ ഫീൽഡ് എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെ മോർച്ചറിയാണ്. ഇവിടെ കുറേ സീനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് നേരത്തെ. ഓക്കെ, നമ്മൾ മെയിൻ ക്യാരക്ടർ ഡോർ തുറന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്, ഹിയർ വി ഗോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവം നമുക്കറിയാം. നോക്കാം ഇനിയും. ഓക്കെ, നമ്മൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ മോർച്ചറിക്കകത്തോട്ടില്ല, ഏകദേശം ഒരു ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഈ മോർച്ചറി എന്താ ഇങ്ങനെ? അതായത് സാധാരണ മോർച്ചറി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഇതല്ലേ, ഇത് എന്തോ ഒരുമാതിരി വീട് പോലെയൊക്കെ സെറ്റപ്പ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ മണ്ടക്കൂടൊക്കെ ആക്കി ഇങ്ങോട്ടൊക്കെ ഇടാനൊക്കെ പറ്റും. ഓക്കെ, നമുക്ക് ഇതൊന്നും എടുക്കാൻ പറ്റൂല. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോവാം. ഓക്കെ, അതെ, ഇത് എടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ പോവല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാല്ലേ. ഇതിനെ മണ്ടയ്ക്ക് വെച്ചാലോ? അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെ എന്ത് സംഭവം? നമ്മൾ മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സൈൻ ഇടാനുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഇതെന്താ പേപ്പർ വരില്ല. നമുക്ക് പെൻസിൽ എടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ നമുക്കിനി നേരെ അങ്ങോട്ട് പോയിട്ട് ഇതെന്ത് സംഭവം ആക്കി വിട്. എന്തായാലും നമുക്ക് സൈൻ അങ്ങോട്ട് ചെയ്തേക്കാം. ഇതെങ്ങനെയാണ്? ഓക്കെ, പെൻസിൽ. ഓക്കെ, നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പണിക്ക് കയറാൻ പോവാണ്. ഇതുവഴിയാണോ? ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാതെ വരുന്നു. അപ്പോഴാണോ? ഓക്കെ, പേടിച്ചു ഗൈസ്. നമുക്ക് എന്തായാലും ഈ ഡോർ അങ്ങോട്ട് അടച്ചിട്ടേക്കാം. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ട് ഇതെന്താ പറയുന്നത്? ഓക്കെ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ കാണിച്ചു തരാം ഗൈസ്. എന്തായാലും നമ്മുടെ ഫുൾ വീഡിയോ കാണുക, എല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ശവം കിടക്കുന്നു. നമുക്ക് ഇവനെ കൊണ്ട് എനിക്കൊന്ന് അകത്തിടണം. ഇവനെ കൊണ്ട് അകത്തുകൊണ്ട് ഐസ് പെട്ടിക്കകത്ത് കിടത്തണം. ഇത് നമുക്ക് അടുത്ത ആളെ എടുക്കണം. പുള്ളി എനിക്ക് തോന്നുന്നു ഒരെണ്ണം ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത ആളെ എടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇത് തിരിച്ചെടുക്കാൻ നല്ല പാടാണ് കേട്ടോ. കാണുന്ന പോലെയല്ല, തിരിച്ചെടുക്കാൻ നല്ല പാടാണ്. ഓക്കെ, നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആണല്ലോ, ഇവിടെ വെക്ക്. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഡോറൊക്കെ തുറന്നു. ആ സാധനമൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ചെടുക്കണം. ഓക്കെ, നമ്മൾ ശവത്തിനെ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. അകത്തോട്ട് വെക്കട്ടെ. ഇവിടെ ഡോർ അടച്ചപ്പോൾ അത് തന്നെ അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം അങ്ങോട്ട് എടുക്കാം. ഓക്കെ, അങ്ങോട്ട് നീക്കി വെക്കാം. കാരണം നമ്മൾ അടുത്ത ശവത്തിനെ കയറ്റാനുള്ള സമയമായി. അതായത് നമ്മുടെ പണി തുടങ്ങാനുള്ള കാര്യമായി. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ശവം എന്ന് പറയുന്നൊരു വയസ്സായ പെണ്ണുമ്പിള്ളയാണ്. ഇവളെയൊക്കെ എന്തോ ഇതിന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വെച്ച് ഇവളൊക്കെ എടുത്ത് കുഴിച്ചങ്ങിടല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവളെ അങ്ങോട്ട് നീക്കി വെക്കാം. എന്നിട്ട് നമുക്ക് വാതിലടയ്ക്കണോ? പിന്നെ അടയ്ക്കല്ലേ. ഇവളെൻ്റെ വായിലോട്ട് നോക്കിയിരിക്കുന്ന പോലെ അടച്ചേക്കാം. പിന്നെ നമുക്ക് ശരിയാകത്തില്ല. ഓക്കെ,
ഇവിടെ ഡൊറോത്തി. ഓ ഇവളുടെ പേര് ഡൊറോത്തി എന്നാണോ? ഇതെന്താ ഡോൾട്ടൺ? ഇത് ഓസ്വാൾഡ് ഡോൾട്ടണോ? ഇത് ഡൊറോത്തി പേജോ? ഗൈസ് എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഈ ഡൊറോത്തിയെ കൊണ്ടുപോയിട്ട് നമുക്ക് പണി അങ്ങോട്ട് തുടങ്ങാം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു കിടിലം പണിയായിരിക്കണം ഇനി തൊട്ട്. എന്തായാലും നമ്മളൊരു മോർച്ചറി അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യം, കൺഗ്രാറ്റ്സ്. അപ്പോൾ ഗൈസ് പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ശരീരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക, നമ്മൾ തിരിച്ചറിയുക കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ ഡൊറോത്തിയുടെ ഈ സൈഡിലൊന്നും ഇല്ല, ഇപ്പുറ സൈഡിലുണ്ടോ നോക്കാം. ഇപ്പുറ സൈഡിൽ കുറച്ച് കുരു പോലെ എന്തോ സംഭവമുണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ സീനൊന്നും ഇല്ല. ഡൊറോത്തിയെ കാണുമ്പോൾ തന്നെ വീഡിയോ വരുന്നു, പിന്നെ എങ്ങനെ ശരിയാവും? ഡൊറോത്തിയുടെ സൈഡിലൊന്നും ഇല്ല, പുറത്ത് ചെറിയൊരു മാർക്കുണ്ട്, നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താ? ഓ ഗൈസ്, അതായത് നമ്മുടെ ആ വിൻഡോ അങ്ങനെ എപ്പോഴും അങ്ങനെ ഇരിക്കില്ല, കാറ്റൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സൗണ്ടൊക്കെ വരും എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഡൊറോത്തിയുടെ കാലിലൊന്നും ഇല്ല, 5 എണ്ണമാണ്. ഇവിടെ എണ്ണമുണ്ട്. എന്ത് ചൊറിയോ എന്തോ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിനി ഇത് സംഭവം കൊണ്ട് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ PC എടുത്തിട്ടുണ്ട്. നല്ല PC ഒന്നും അല്ല, കുഴപ്പമില്ലാത്തൊരു PC കേട്ടോ. ലാഗില്ല, PCക്ക് ലാഗും കാര്യങ്ങളൊന്നുമില്ല. നല്ല PC ആണ്. ഗൈസ് എന്തോ ഒരു സംഭവം കേട്ടു. പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും നമ്മുടെ ബാക്കി പണി അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, ഷിറ്റ്, ഇതെന്ത് സാധനം? ഓക്കെ, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ പ്രിൻ്റ് ഇപ്പോൾ വരും. പ്രിൻ്റ് അങ്ങോട്ട് എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടോ ഓടുക. ഓക്കെ, പ്രിൻ്റ് എടുക്ക്. ഓക്കെ, നമുക്ക് ഈ സാധനം വെളിയിൽ പോയി തൂക്കണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഡോറൊക്കെ അങ്ങോട്ട് തുറക്കുക. കിടിലൻ സൗണ്ടാണ് കേട്ടോ, അടിപൊളി സൗണ്ടൊക്കെ. ഡോറിൻ്റെ നമ്മൾ ആ ഒരു ഫുഡ് സ്റ്റെപ്പിൻ്റെ ആ ഒരു കാര്യങ്ങൾ സൗണ്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. സൗണ്ടൊക്കെ സെറ്റ് സൗണ്ടാണ് ഗൈസ്. എന്തായാലും നമ്മൾ ഈ ഒരു ഗെയിം കളിക്കാത്തതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കളിക്കുക. ഞാൻ പിന്നെ ഈ ഒരു ഗെയിം നമ്മുടെ ക്രാക്കാണ് എടുത്തേക്കുന്നത്, അല്ലാതെ പൈസ കൊടുത്തൊന്നും ഞാൻ ഗെയിം വാങ്ങിച്ചിട്ടില്ല. ഓ ഗൈസ്, പുള്ളി പറയുന്നത് നന്നായി എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പണി തുടങ്ങാം. ഇതൊക്കെ അങ്ങോട്ട് എടുക്കാം. ഇതെടുക്കണം, പിന്നെ ഇതെടുക്കണം, പിന്നെന്താ അതുകൊണ്ട് അതെടുക്കാം. പിന്നെന്താ വേണ്ടേ? ഇതെടുക്കുക. ഇതൊക്കെ എടുത്ത് വെച്ചു അല്ലേ? എല്ലാം എടുക്കാമല്ലോ. എടുക്ക്. എന്തെടുക്കാൻ പറ്റാത്തേ? ഓക്കെ, എടുത്ത്. ഓക്കെ, നമുക്ക് ഈ സംഭവം ഹോൾഡ് ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അതായത് കൈ മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് പെയ്യ പണി അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, അതിവിടെ യൂസ് ചെയ്യാൻ പറ്റൂല. നമുക്കങ്ങോട്ട് ഇത് എന്ത് സംഭവം? ഓക്കെ, കിട്ടിയിട്ടുണ്ട്. സാധനം സെറ്റാക്കിയിട്ടുണ്ട്. മോണെ വെച്ച് അടിക്കുന്ന അടി ഗൈസ്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പല്ലും ഈ സംഭവം ചുണ്ടും എല്ലാം കൂടെ ഒന്നിച്ചാക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഗൈസ്. നമ്മൾ വായൊക്കെ കൂട്ടി അടച്ചിട്ടുണ്ട്, സെറ്റായി. അതാമയൊക്കെ സെറ്റാണ്. ഓക്കെ, നമ്മൾ ഐ ക്യാപ്സ് ഇവിടെ വെക്കണ്ടല്ലേ? പിന്നെ ഐ ക്യാപ്സ് ഇവിടെ വെക്കാനുള്ളേ. ഓക്കെ, നമ്മൾ ഐ ക്യാപ്സ് ഇവിടെ വെക്കാൻ തുടങ്ങും. ഓക്കെ, ഇതാണ്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. കണ്ണിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് എന്തോ പോലെ. ഓക്കെ, നമ്മൾ ആ 2 കണ്ണും സേഫായിട്ട് അടച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഓക്കെ, ആ കണ്ണ് 2 സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തുറക്കുക, സാധനങ്ങൾ അങ്ങോട്ട് ഒഴിക്കുക, അടിക്കുക. നമ്മൾ കയ്യിലെല്ലാ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക്
അതെല്ലാം വെളിയിൽ കളയണം. ഓക്കെ, നമുക്കിതെല്ലാം വെളിയിൽ കളയാം. ഇതെല്ലാം ഡ്രോപ്പ് ചെയ്യാം ഗൈസ്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യുമായിരുന്നോ അതോ ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ? ഓ, ഇവരെ ഡ്രോപ്പിംഗ് ആണ് ചുമ്മാ. ഓക്കെ, ഡ്രോപ്പ് ഡ്രോപ്പ് ഡ്രോപ്പ്. ഇനി ഇതെന്താ ഡ്രോപ്പ് ആവാത്ത? ഓക്കെ ഓക്കെ ഗൈസ്, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കങ്ങോട്ട് എടുത്തങ്ങോട്ട് കമത്താം. ഓഹ്, അതെന്ത് സംഭവം അത്? ഓക്കെ ഗൈസ്, അതായത് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ ഈ കെമിക്കൽസ് ഉണ്ടല്ലോ, കെമിക്കൽസ് ഇങ്ങനെ നമ്മൾ ഗ്യാസ് കയറിയിട്ട് ഇങ്ങനെ ടൈപ്പ് പൊട്ട് ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സംഭവമാണെന്നാണ് പുള്ളി പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, നമുക്കതൊന്നും അറിഞ്ഞൂടാ. നമുക്കെന്തായാലും ബാക്കി അങ്ങോട്ട് കളിക്കുക. ഓക്കെ, അതങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ മെഷീനൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് പുള്ളിക്കാരത്തിയെ ഒന്ന് സെറ്റ് ചെയ്യണം. പുള്ളിക്കാരത്തിയുടെ അടുത്തോട്ട് ഇനി അങ്ങോട്ട് പോകാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ട് എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങോട്ട് കീറട്ടെ. ഓക്കെ ഗൈസ്, കീറിയിട്ടുണ്ട്. ഈ എന്ത് സംഭവം ഇത്? വല്ലായിരിക്കുന്നു കേട്ടോ. ഓഹ്, എന്തിനാ അതിനെ അങ്ങനെയൊക്കെ കുത്തിയേ? ക്രോസ് ചെയ്തൊക്കെ കുത്തി വെച്ചേക്കുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്ക് വേണ്ടി ഇവിടെ അങ്ങോട്ട് വെക്കാം. ഓക്കെ, സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. മെഷീൻ അങ്ങോട്ട് ഇനി ഓണാക്കാം. നമുക്ക് നമ്മളെന്തായാലും ഇത്രയും ചെയ്തല്ലേ, ഇനി മെഷീൻ ഓണാക്കണമല്ലോ എന്തായാലും. ഓക്കെ, അങ്ങോട്ട് മാറ്റി മെഷീൻ അങ്ങോട്ട് ഓണാക്കാം. ഓക്കെ ഗൈസ്, മെഷീൻ ഓണാക്കിയിട്ടുണ്ട്. എന്തായാലും അവളുടെ ദേഹത്തുനിന്ന് കുറച്ച് ചോരയൊക്കെ ഇതായി പോകുന്നുണ്ട്. ഇവളുടെ ദേഹത്തൊക്കെ ഇത്രയും ചോരയോ? നോക്കി എത്ര ചോരയാണ് പോകുന്നതെന്ന് നോക്കി. ചോരയാണെന്നാണ് തോന്നുന്നത്. ചോരയായിരിക്കില്ല എന്ത് ഗൈസ്, ഇത്രയും ചോരയുണ്ട് ഇവരുടെ ദേഹത്തൊക്കെ. കാരണം ഒന്നാമത് അത് ഇച്ചിരി ഉള്ളല്ലോ ശരീരം. വാഷ് ബേസിനകത്തൂടെ കണ്ടോ ചോര വീഴുന്നുണ്ടോ? അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പക്ക കാര്യങ്ങളാണ്. വലിയ സ്റ്റോറേജ് കാര്യങ്ങളും ഒന്നുമില്ല ഈ ഗെയിമിൽ. പക്ഷേ സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നാലും ഇവനത് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കൊള്ളാലോ, കണ്ടോ? ഇവനെന്തോ പ്രശ്നമുണ്ട്. നമുക്കെന്തായാലും സാധനം പോയി ഓഫ് ചെയ്യാം. നമുക്ക് സാധനം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതെല്ലാം അങ്ങോട്ട് മാറ്റുക. ഓക്കെ ഗൈസ്, അതൊക്കെ മാറ്റി നമ്മൾ കഴുത്തടച്ചിട്ടുണ്ട്. തുളയിട്ട കഴുത്തായിരുന്നു, കഴുത്തടച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ വയറ്റിലൊരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സംഭവം സെറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിനിയും ആ സാധനം അങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഇനി ആ ബാഗ് അങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് നേരെ പോവാം, അങ്ങോട്ട് മുറിക്കുക. ഓക്കെ, നമ്മളെന്തോ മിസ് ചെയ്തല്ലോ. എടാ ജനലിൻ്റെ അവിടെ നിന്ന് എന്തോ ഒരു സാധനം, ജനലിൻ്റെ അവിടെ നിന്ന് എന്തോ നെറ്റി നോക്കിയായിരുന്നല്ലോ, ഒരു കറുത്തൊരു സാധനം ഗൈസ്. അതെന്താന്നൊരു പിടിയില്ല. ഇതായിരുന്നോ നമുക്ക് വേണ്ടത്? ഓക്കെ, നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതങ്ങോട്ട് കുത്തി വയറ്റിനകം ഫുള്ളാക്കാം. ഇത് സംഭവമാണ്, ഒരു ഫ്ലൂയിഡാണ്, ഈ ക്യാവിറ്റി ഫ്ലൂയിഡ് എന്തോ സംഭവമാണ്. ഇത് നമ്മൾ കെമിക്കൽസൊക്കെ വയറ്റിനകത്ത് മുഴുവൻ കുത്തി നിറച്ച് വെക്കണം ഇനിയും. കാരണം നമ്മളെ ബോഡി ചീത്തയാവില്ലല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി വേണമല്ലോ. അതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും നമുക്കങ്ങോട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ മോർച്ചറിയിലെ പണി. എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കുമോ? ശരീരത്തിന് എനിക്ക് അറിഞ്ഞോളാം, മോർച്ചറി അല്ലേ, കെമിക്കൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാതിരിക്കത്തില്ല ഒരിക്കലും. ചെന്ന് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, അതങ്ങനെയാണ്. ഓക്കെ, ഇതെന്ത് സാധനം, ഇതെന്ത് ഫ്ലൂയിഡ് അങ്ങോട്ട് കയറാത്ത? ഇവർക്ക് സിക്സ് പാക്ക് ഉണ്ട് കേട്ടോ. ഇവരേതാ ജിമ്മാ, സിക്സ് പാക്കൊക്കെ ഉണ്ട്. ഓക്കെ, ആ അമ്മമ്മയുടെ വയറ്റി ഫുള്ള് കയറ്റിയിട്ടുണ്ട്. കാൽപ്പാത്തി ഇതെങ്ങോട്ട്? ഓക്കെ, ഈ സംഭവം തുറന്നിട്ടുണ്ട്. ഷിറ്റ്, ഇതെന്ത് സംഭവം? എന്തായാലും കാൽപാദം നോക്കി അങ്ങോട്ട് പോവാം, അതാണല്ലോ നമുക്ക് വേണ്ടത്. ഓക്കെ ഗൈസ്,
ഇതുവഴിയാണ് പോയേക്കുന്നത്. ഓ നമ്മൾ, അതാണ് നമ്മൾ. ഓക്കെ, ഓ ഇത് നിറയ്ക്കണോ? ഓക്കെ, നമ്മൾ സാധനം നിറച്ചിട്ടൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സ്വിച്ച്. ഓക്കെ, മെയിൻ സ്വിച്ച് അതാണ് ഗൈസ്. എടാ ഉണ്ട്, എന്താണ്ട് പുറയിലുണ്ട്. ഉണ്ടായിരുന്നല്ലോ. ശേടാ, ഞാൻ കണ്ടേ എന്തോ ഒരു സാധനം നമ്മളെ സ്മൂത്തായിട്ട് നമ്മുടെ പുറകിൽ നിന്ന് അങ്ങോട്ട് കയറിപ്പോയി. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് ഈ സംഭവം എന്തെങ്കിലും ഒഴിക്കാൻ. ടാങ്ക് ക്ലീനർ, ഇതാണ് ടാങ്ക് ക്ലീനർ. അതായത് നമ്മൾ സാധനമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്താൽ മോയ്സ്ചറാണ് പറഞ്ഞേക്കുന്നത്. മോയ്സ്ചർ ഏതാന്ന് നോക്കാം. ഇനി അതല്ല. ഓക്കെ, ഇതാണ് മോയ്സ്ചർ ഗൈസ്. ഇതാണ് നമുക്ക് അവരുടെ മോന്തയ്ക്ക് തേക്കേണ്ടത്. ഇവൻ എപ്പോഴും എൻ്റെ വായിലോട്ട് നോക്കിയിരിക്കുന്ന സമയമുള്ളൂ. ഓ ഗൈസ്, അപ്പം നമുക്കിനിയും സംഭവമൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ ചോദിച്ചാണോ? ഓക്കെ, സെറ്റായിട്ടുണ്ട്. ടിക്കൊക്കെ വേണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതെന്ത് സംഭവം ഗൈസ്? ഓക്കെ, അതൊക്കെ ശരിയാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് തുടച്ചങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ, തീരാറായി. ഇപ്പം തീരും. തീർന്നു ഗൈസ്. ഇതെന്ത് സാധനം ഗൈസ്? ഇതെന്ത്? ഓ നമ്മൾ വല്ലതായല്ലോ ഗൈസ്. ഓക്കെ, ഓ ഗൈസ്, നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തന്നെ നിർത്താം. ഇനി അടുത്ത പാർട്ടായിട്ട് ഇറങ്ങാം. എന്തായാലും ഗൈസ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട് ഗൈസ്. നമ്മൾ എന്തായാലും ഈ ഒരു ഗെയിം തീർക്കുന്നതായിരിക്കും. അതായത് നമ്മൾ ഈ ഒരു ഗെയിം സോൾവ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഉറപ്പായിട്ട് ഈ ഒരു ഗെയിം സോൾവ് ചെയ്യും ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പം നമുക്ക് ഈ മോർച്ചറിയിൽ നിന്ന് പൊക്കോളനാണ് പുള്ളി പറഞ്ഞത്. പുള്ളി ബാക്കി ചെയ്തോളാന്ന് പറഞ്ഞു. നമുക്ക് ജനലൊക്കെ തുറന്ന് വെച്ചേക്കാം. എല്ലാം വേണ്ടല്ലേ, അടച്ചേക്കാം. അപ്പം ഓക്കെ, ബായ്.